ഏതൊരു സംവിധായകന്റെ ആദ്യ സിനിമയിലും അയാളുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ആ സത്യസന്ധമായ അനുഭവങ്ങളാണ് ഒരു നല്ല സിനിമ സമ്മാനിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാവാൻ കുറച്ച് സമയമെടുത്തു. ഇതൊക്കെ സ്വപ്നം കാണാൻ നല്ല എളുപ്പമാണ്. പക്ഷെ ആദ്യ പടി ചവിട്ടുന്നത് വരെയുള്ള യാത്രയും അതിൻ്റെ ക്ഷീണവും അതൊക്കെ അനുഭവിക്കുന്നത് അയാൾ മാത്രമായിരിക്കും. ഈ ക്ലൈമാക്സ് ഒന്ന് മാറ്റി എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു സിറ്റിങ്ങോടെ നോക്കാം. ഒരു ട്രൂ സ്റ്റോറി ഓർ വാട്ട് എവർ. ഇത് കാണുന്നവർക്ക് മനസ്സിലാവണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊക്കെ വന്നാലേ ഈ കാര്യങ്ങൾ വർക്കൗട്ട് ആവത്തുള്ളൂ. ആരാടെ ഇന്നത്തെ കാലത്ത് സ്വന്തം കരിയറൊക്കെ മാറ്റി വെച്ച് വൈഫിന്റെ ഡ്രീമൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എടാ, പ്രൊഡ്യൂസറിന് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്ലൈമാക്സ് ആവുമ്പോ പുള്ളി എന്തോ അയാൾ പോന്നെങ്കിൽ പോട്ടാ, നമുക്ക് വേറെ നോക്കാം. നീ ടെൻഷൻ ആവാതെ. ആ എടുത്തോ. ഞാൻ കരുതി ഇനി ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ലായിരിക്കും എന്ന്. ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ എടിപിടിയിൽ നടക്കുന്ന കാര്യം വല്ലോ ആണോ? ടെൻഷൻ ആവണ്ട. അച്ഛൻ എന്തായാലും ശേഖരങ്ങളിനെ കാണാൻ പോയിട്ടുണ്ട്. ആ കാർത്തി, കല്യാണിയുടെ അച്ഛന്റെ കൂട്ടുകാരൻ ഒരു ശേഖർ മേനോനുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പരിചയപ്പെട്ടതാ. നിനക്കൊന്ന് പുള്ളിയെ പോയി കണ്ടൂടെ? പുള്ളിക്ക് കുറച്ച് പ്രൊഡ്യൂസേഴ്സിനൊക്കെ പരിചയമുള്ളതാ. ഇനി അടുത്തത് ഫാൻസ് ക്യൂ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്, സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും OTT പ്ലാറ്റ്ഫോം അതേപോലെ ഓൺലൈൻ മീഡിയാസ് ഫേസ്ബുക്കിലൊക്കെ നല്ല കുറച്ച് ശതമാനം ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് തിയേറ്ററിൽ അധികം ഓടാത്തതുകൊണ്ട് ഡയറക്ടറായ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്തിന് ഇതിന്റെ തിരക്കഥ കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇത് തിയേറ്ററിൽ ഓടില്ല എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഇതുപോലുള്ള ഹീറോസിനെ വെച്ചിട്ട് ഞാൻ ഇത്രയും വലിയൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ റിസ്ക്, എൻ്റെ എഫേർട്ട്, ഇതിനെപ്പറ്റി നിങ്ങൾ ഇവിടെ എഴുതിയും പ്രതിപാദിച്ചും കണ്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ചെറിയ ശതമാനം ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അവർ ഈ സിനിമ കണ്ടാൽ മതി, എനിക്ക് അവര് മതി, അവര് മാത്രം മതി. അല്ല, ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു സുദീപ് മേനോൻ ആണ്. അവനും വേണമെങ്കിൽ കണ്ടാൽ മതി. എന്റെ 4 കോടി കൊണ്ട് തുറച്ചിട്ട് നാറിയിരുന്ന് തള്ളുക. നീ മുടിഞ്ഞു പോവുകയുള്ളൂ. ഇത് ഇവിടെ വെക്കട്ടെ. ആ, അടുത്ത് തുളയ്ക്കാനുള്ളവന് വന്നോ? ആള് വന്നോണ്ടിരിക്കണേ ഉള്ളൂ. കേട്ടായിരുന്നു എങ്ങനെയുണ്ട് ഇവന്റെ കഥ? മൊത്തം കേൾക്കേണ്ടെന്ന് വരില്ല സാറേ. ഏറിപ്പോ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ആ ആ ദേ എന്നാ ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ കുഴപ്പമില്ലാന്ന് നോക്കി. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്?
ചെയർമാനുമായിട്ട് എനിക്ക് എങ്ങനെയാ പരിചയം? വൈഫിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് സർ. അദ്ദേഹം കഥ കേട്ടിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഓരോരുത്തന്മാർ ഓരോരുത്തരെയും കൊണ്ട് പറഞ്ഞയക്കുന്നത്. അതാണ് കേട്ട് കഴിയുമ്പോൾ ഒരു ദേഹം കാണുകയില്ല. പിന്നെ 5 മിനിറ്റ് സമയം ഞാൻ തരും, അതിനുള്ളിൽ വേണേൽ പറഞ്ഞു നിർത്തണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. സർ 5 മിനിറ്റ് ഒന്നും വേണ്ട സർ, ഒരു 2 മിനിറ്റ് മതി. കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ സർ? ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാൾക്ക് അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ പറ്റുമോ? സാറിന്റെ സ്വപ്നത്തെക്കാൾ സാർ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്നം നടന്നു കാണണമെന്ന് സാർ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ? താൻ ചോദ്യം ചോദിച്ച് കുറെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വന്നാണോ അതോ കഥ പറയാൻ വന്നാണോ? അല്ല, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇത് വെറും ഒരു ലവ് സ്റ്റോറി അല്ല സർ. ദർ ഈസ് ഓൾവേസ് എ മാജിക് ഇൻ ലവ് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണ് സർ. സാർ ഇത് കേൾക്കണം. പറഞ്ഞോട്ടെ സർ? പറ. കുടിച്ചിട്ട് മതി. തുടങ്ങാൻ പോവാണോ? ഒരു മിനിറ്റ്. ഈശോ, തുടങ്ങല്ലേ? ഇനി പറഞ്ഞോ. സാർ അത് സാർ പറഞ്ഞോ. അല്ല, ഇങ്ങനെ എങ്ങനെ? എടോ, ഞാൻ ഇങ്ങനെ കഥ കേൾക്കാറ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ട് ക്ഷീണിച്ച് കേട്ട കഥകളെല്ലാം ഹിറ്റാ. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ട കഥകളെല്ലാം ഫ്ലോപ്പാ. അതുകൊണ്ട് താൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ട് കേട്ടോളാം. പറഞ്ഞോ. ജീവിതം പോലെ തന്നെ ഇരുട്ടിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു ട്രെയിൻ. അതെ, ഇങ്ങനത്തെ സാഹചര്യം ഒന്നും വേണ്ട. രാത്രി പകലിനോട് എണ്ണ ചേർന്നിരിക്കുന്നു, ആകാശമാനം കരിക്കോട്ട കെട്ടിരിക്കുന്നു. ഇങ്ങനത്തെ ചീച്ച ഒരു സാഹചര്യവും വേണ്ട. സ്ട്രൈറ്റ് ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഒരു കൂട്ടുകാരൻ അവന്റെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കേട്ടോ. പറഞ്ഞോ. സർ പറഞ്ഞോ. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായ അച്യുതന് ബോംബെയിൽ നിന്നും സ്ഥലം മാറ്റം കിട്ടി കേരളത്തിലേക്ക് ഭാര്യയും മകനുമായി വരുന്നിടത്താണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. മോനേടാ, മുരുകനെക്കാട്ടിലും അരുണിനെക്കാട്ടിലും നല്ല സുഹൃത്തുക്കളെ നിനക്ക് ഇവിടെ വരുമ്പോഴും കിട്ടൂടാ. മോനിങ്ങനെ കരയാതെ. പറഞ്ഞ പോലെ കൂട്ടുകാരൊന്നും കിട്ടിയില്ലെങ്കിലും അവൻ ആകെ കിട്ടിയൊരു കൂട്ട് അമേരിക്കയിൽ നിന്നും മാമൻ കൊണ്ടുവന്നൊരു സ്കേറ്റ് ബോർഡായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ പുതിയ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പോൾ അതേ കിടക്കുന്ന അടുത്ത ട്രാൻസ്ഫർ. പക്ഷെ ഇത്തവണത്തെ ട്രാൻസ്ഫർ അത് അച്യുതൻ്റെ സ്വന്തം നാട്ടിലേക്കായിരുന്നു. അച്യുതന്റെ ഭാര്യയുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം തറവാട്ടിൽ തന്നെ താമസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫറിൽ അവര് ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ അപ്പു ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഇവിടെ കളിക്കാൻ പോയിട്ട് കാണാൻ പോലും ഒരാളെ കിട്ടുന്നില്ല. അപ്പുവിന്റെ ഈ ബോറടി മനസ്സിലാക്കിയ അച്യുതൻ അവനൊരു മ്യൂസിക് ക്ലാസ് കൊണ്ടു ചേർത്തു. അവിടുത്തെ മ്യൂസിക് ടീച്ചറുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു മീനാക്ഷി.
ബൈക്ക് വന്നേ? എന്താണ് നീ ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയായിരുന്നു. ഏട്ടൻ എടുത്ത ബുള്ളറ്റ് ഇല്ലടാ നമ്മുടെ ഉണ്ണിയുടെ. രണ്ട് വർഷത്തിന് ശേഷം വീട്ടിലേക്ക് സർപ്രൈസായി വന്നു കയറിയ നന്ദൻ എല്ലാവരും ശ്രദ്ധിച്ചപ്പോ നന്ദൻ ശ്രദ്ധിച്ചത് വേറൊരാളെ. അത് ഏതുകൊണ്ടായിരുന്നടി ആ സൗണ്ട്? അത് ഏതോ ഒരു ബൈക്കാ. അത് ഏതോ ഒരു ബൈക്കൊന്നുമല്ലടി, ബുള്ളറ്റാ. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട്. അതിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസാ. ലാലേട്ടൻ മീശ പിരിച്ചപ്പോ തിയേറ്റർ ആകെ ഇളകി മറിഞ്ഞു. മുണ്ടും മടക്കി കുട്ടിയുള്ള ലാലേട്ടന്റെ ഡയലോഗുകൾ, ആളുകളുടെ എന്താടി? മെല്ലെ മെല്ലെ ഈ ശബ്ദത്തിനോടും ഈ ബുള്ളറ്റിനോടും മീനാക്ഷി ചേച്ചിക്ക് ഒരിഷ്ടം വന്നു തുടങ്ങി. അതേപോലെ തന്നെ ഈ പുതിയ വീട്ടിലേക്ക് മാറിയതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അത് അപ്പു തന്നെ. വരുന്നില്ലേ? വാ. നോക്കിയേ, ഈ ബുള്ളറ്റ് എങ്ങനെയായിരിക്കണേ? നിനക്ക് തൊട്ടുനോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒരിക്കലെങ്കിലും ഈ ബുള്ളറ്റിലൊന്ന് കയറണമെന്നും എന്തിന് അതൊന്ന് ഓടിക്കണമെന്ന് വരെ മീനാക്ഷി ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ അതൊന്നും നടന്നിട്ടില്ല. ചേട്ടാ, എനിക്കിപ്പോ ദുബായിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കാണുന്ന പോത്തുകളൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ കച്ചവടം ചെയ്ത് ഞാൻ ഈ നാടും ഈ സ്ഥലമൊക്കെ ആയിട്ട് ഇവിടെ നിന്നോളാം. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആർക്ക്? പാലത്തിന്റെ അടിയിൽ വെച്ച് തല്ലുകൊണ്ട രമേശൻ. ഓഹോ, അയാൾക്ക് തലയ്ക്ക് നല്ല സ്റ്റിച്ചൊക്കെ ഉണ്ടെന്നാ കേട്ടത്. ആരടിച്ചെന്നറിയില്ല. അത് പിന്നേട്ടാ, ഏട്ടത്തിയാൻ പോകുന്ന ഒരാളോട് മോശമായിട്ട് പെരുമാറാൻ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണം പൊട്ടിക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാ, ഒരു പാവം ചേച്ചിയാ. ഇതൊക്കെ കൊണ്ടാ ജീവിച്ചു വന്നേ. നാളെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലോ? നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടൊന്നും ചെയ്യണ്ട. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. അതെ, അതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചേ. നോക്കിയേ, അതെന്താന്ന് പറ. ഇത് ലാലേട്ടനല്ലേ? അതെ. ചേട്ടാ, ഇത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? കണ്ടുപിടിച്ചില്ല. നീലവാനം ഞാൻ
കണ്ടു മിഴികളിൽ നീ തീർത്ഥമായ ലോകം ഞാനേതാ പൊൻകിനാവിൻ തൂവൽ പോലെ നിലാവിൽ ഞാനേതോ പൊൻകിനാവിൻ തൂവൽ പോലെ നിലാവിൽ നിന്നോമൽ കൺകോണിൽ ചേരുവാനായി നൂറായിരം ജന്മമേ അപ്പോഴാണ് ഈ വരണ ശനിയാഴ്ച മീനാക്ഷി ചേച്ചി ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, മ്യൂസിക് ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം കല്യാണി അപ്പുവിനോട് പറയുന്നത്. ദുബായിന്ന് ഒരു ചേട്ടനാ. അപ്പൊ നന്ദൻ ചേട്ടനോ? എന്താ സാർ? എടോ മറ്റേ എന്നാ നന്ദൻ 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 നല്ല അടിപൊളി ചെറുക്കൻ, എനിക്കിഷ്ടായി. എങ്ങനെയുണ്ടടി? സംസാരിച്ചിട്ട് നിനക്ക് ഇഷ്ടായോ? അവരെ നിന്നെ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്ന പറയണേ. ഇവളിപ്പോ എവിടെ പോയാലെന്താ, എല്ലാവരും പോലല്ലേ. നീ എന്തൊന്നും മിണ്ടാത്തെ? നമ്മുടെ നന്ദൻ ചേട്ടൻ ഇപ്പോ എത്ര വയസ്സായി കാണും? എടാ നിനക്കൊക്കെ ഭ്രാന്താണോ ഈ പാതിരാത്രി പോയി പെണ്ണി വയ്ക്കാൻ? കെട്ടടുത്ത കൊല്ലം ചേട്ടായി വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞങ്ങൾ അങ്ങ് സംസാരിച്ചുറപ്പിച്ചേക്കാന്ന് വെച്ചു. ഞങ്ങൾ ഇറങ്ങുമോ? ഇവനാണെങ്കിൽ രാത്രി 10 മണിയുടെ ട്രെയിന് പോവുക വേണം. പോയാൽ പിന്നെ 1 വർഷം കഴിഞ്ഞ് ഇനി വരികയുള്ളൂ. അപ്പോഴേക്കും മീനാക്ഷിക്ക് വേറെ വല്ല ആലോചനയും വന്നാലേ ഇവന് ഈ ഇഷ്ടം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനൊക്കെയാണ് അവന്. അതുകൊണ്ട് ഈ രാത്രി തന്നെ. സേതുവിനെ നമുക്കറിയാലോ, പാവം നല്ല പയ്യനല്ലേ. അപ്പൊ അവന്റെ ചേട്ടനും അതേ ക്വാളിറ്റി ഉണ്ടാവണമല്ലോ. ആ ഒരു മര്യാദയും മുതിർന്നവരോട് പെരുമാറുന്ന ഒരു രീതിയും. ഏത് ഈ സാധാരണ ഈ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ പകല് നടക്കാണ് പതിവ്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളു കേട്ടോ. കുഴപ്പമില്ല, അവന്റെ അച്ഛന്റെ ആഗ്രഹം അവനെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു. പക്ഷെ ഇവൻ എപ്പോഴും ഇവന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മെഡിസിന് റാങ്ക് കിട്ടി തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അവനെടുത്ത തീരുമാനമാണ് ശരിയെന്ന്. ഇപ്പൊ ഇവനെടുത്ത ഈ തീരുമാനത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവന് തെറ്റു പറ്റില്ല. ഇപ്പൊ അപ്പുവിന് ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും കല്യാണിയാണ് എല്ലാം. വർഷം 1 കഴിഞ്ഞു. പറഞ്ഞ പോലെ നന്ദൻ ചേട്ടൻ നാട്ടിലെത്തി മീനാക്ഷി ചേച്ചിയെ സ്വന്തമാക്കുകയും ചെയ്തു. മോൾ ഇങ്ങോട്ട് മാറ്, അമ്മ ഉണ്ടാക്കാം. വേണ്ടമ്മേ, ഞാൻ തന്നെ ചെയ്തോളാം. എന്റെ മോളെ, ഞാൻ ഇത്ര കാലം ദോശ ഉണ്ടാക്കിയിട്ട് ഇത്രയും നന്നായി വന്നിട്ടില്ല. മോൾ എത്ര ഭംഗിയായിട്ടാ ദോശ ഉണ്ടാക്കണേ. അമ്മയെപ്പോലുള്ളവർ എന്ത് ചെയ്താലും നോർമൽ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ചെയ്തു എന്ന് പറയും. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ചെയ്തു എന്ന് പറയും.
ബുള്ളറ്റ് ഓടിച്ചേ? മീനാക്ഷി ചേച്ചി ബുള്ളറ്റ് ഓടിച്ചില്ല. മീനാക്ഷി ചേച്ചി ഓടിച്ചില്ല, പക്ഷെ ചേച്ചി ഓടിക്കും. നന്ദൻ ചേട്ടൻ തിരിച്ച് ബാംഗ്ലൂർ പോയപ്പോൾ മീനാക്ഷി ചേച്ചിയും കൊണ്ടുപോയി. പാട്ട് ക്ലാസ്സിലെങ്കിലും അപ്പവും കല്യാണിയും ഭയങ്കരമായിട്ടങ്ങ് അടുത്തു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ മേളയിൽ മികച്ച ചെറുകഥയ്ക്കുള്ള 1ാം സ്ഥാനം ചങ്ങനാശ്ശേരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപ്പു അച്യുതൻ കരസ്ഥമാക്കി. ഹലോ, ഇപ്പൊ ഞങ്ങൾ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ വല്ലപ്പോഴും. പക്ഷെ കുറച്ച് ടൈമിൽ നിന്നുണ്ടാകുന്ന ആ മൊമെന്റ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോഴാണെങ്കിൽ പാട്ട് ക്ലാസ്സും ഇല്ല, സ്കൂളും ഇല്ല. പിന്നെ ആകെയുള്ളത് വല്ലപ്പോഴും ഉള്ളൊരു ഫോൺ വിളിയാണ്. അതൊക്കെ ആണെങ്കിലോ ദാണ്ടേ ഇതൊക്കെയാണ് അവസ്ഥ. ഹലോ, ഇവർക്ക് ഉറക്കമില്ലേ? ഇതിപ്പോ കുറെ പ്രാവശ്യം ആയല്ലോ ഈ ഫോൺ വിളി. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ മിസ് കോൾ കാണുന്നെങ്കിലോ? എങ്ങനെ ഒന്ന് പോടാ. പിന്നെ അച്ഛൻ ദുബായിന്ന് വെച്ച സാധനം അയച്ചിട്ടുണ്ട്. കോൾ അടിച്ചല്ലോ. ഓഹ്, എന്ത് കോള്? എനിക്ക് വേണ്ട സാധനം അതിനകത്തില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കാൻ പോലും പോകുന്നില്ല. നേരെ അമ്മ പോട്ടെ. എനിക്കിഷ്ടമുള്ള സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് വരണമെന്ന് അച്ഛൻ പറയണേ. ഇത്തവണ നീ സെക്കൻഡ്. ഒരു ഷേയും ഇല്ല, അടുത്ത തവണ ഞാൻ തന്നെ ഫസ്റ്റ് വരും, നോക്കിക്കോ. ഇത്തവണ കമ്മിറ്റിക്ക് ക്യാഷ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഫസ്റ്റ് കൊടുക്കാൻ വെച്ചിരുന്ന പേഷ്യൻ ക്യാറ്റിനെ സെക്കൻഡ് വരുന്ന വ്യക്തിക്ക് കൊടുക്കുമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു.
അതാരാ? ഞാൻ നിന്നെ ഉദ്ദേശിച്ചാ വരച്ചേ. നന്നായിട്ടുണ്ട്. മുടിയൊക്കെ താൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ പുരുകോ? പോടാ. അധികം വൈകാതെ ഞങ്ങൾക്കിടയിലുള്ള ഇഷ്ടം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് അങ്ങോട്ടത് തമാശയായി, ചിരിയായി, കറക്കമായി, കറങ്ങിത്തിരിഞ്ഞ് അതിങ്ങനെയായി. പിന്നെ പ്രേമം ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ വിട്ടാൽ തീരാന്നുള്ളൂ ഇവളുടെ പ്രേമവും കറക്കവും ഒക്കെ. കുറച്ചുനാൾ കാണാതിരിക്കുമ്പോ തീർന്നോളൂ. അങ്ങനെ എല്ലാരും കൂടെ അവളെ ദൂരെ പഠിക്കാൻ വിട്ടു. അങ്ങനെ കല്യാണി പോയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു, 7 വർഷം കഴിഞ്ഞു, 8-ാം വർഷം. കല്യാണി നാട്ടിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ 4ാമത്തെ ആനിവേഴ്സറി ഞങ്ങൾ അങ്ങ് ശരിക്കും ആഘോഷിച്ചു. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാം ഇരുകൈകൾ ഇനി പോകാം കാലങ്ങൾ. നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ. നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സമയം അത് പോയതറിഞ്ഞേയില്ല. എന്താ പറയാ, that was one of the best times we had. Mutual understanding is the backbone of every relationship. ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി തുടക്കുന്നത് അപ്പോഴാണ്. പക്ഷേ അതിനിടയിൽ അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവൾ എന്നോ പറഞ്ഞത് ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. ജസ്റ്റ് ടേണിങ്ങിന്റെ അവിടെയാണ് പോയത്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തവണ നീ ഫസ്റ്റ് വന്നേനെ. നല്ല ആംബിയൻസ് അല്ലേ? എടോ, എന്താ തന്റെ പ്രശ്നം? താൻ എപ്പോഴും ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. തനിക്ക് ഒരിക്കലും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലേ? പിന്നെ എന്ത് കോപ്പനാ ഞാനിതൊക്കെ? ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ. ഇത്തരം വഴക്കുകൾ ഇവർക്കിടയിൽ സ്ഥിരം സംഗതിയായിരുന്നു. പക്ഷേ ഇത്തവണ കല്യാണിക്ക് അതങ്ങനെ ആയിരുന്നില്ല. അതെങ്ങനാ? ഒന്ന് ഉപദേശിക്കാനോ റിലേഷൻഷിപ്പിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒരു നല്ല കൂട്ടുകാരി പോലും ഇല്ല. ആകെയുള്ളൊരു തൊലിഞ്ഞ ഫ്രണ്ടാ ക്ലാര. ഞാൻ അതുകൊണ്ട് കൊടുക്കാൻ പോവാ. ഇതും കൂടി കൊണ്ട് കൊടുക്ക്. അപ്പൊ 6 2 ഞാൻ നേരിട്ട് കൊടുത്തോളാം. ഹലോ പറ. ഒന്നുമില്ല, നമ്പർ പറയപ്പോ. ഓ ശരി ആയിക്കോട്ടെ. അല്ലല്ല, അതെ ഞാനിപ്പോ എവിടെയാന്നറിയോ? മോളെ, ഇനി നിന്നെ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ
അന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അഹങ്കാരി. എന്തിനാണ് ഭിന്നത്തേക്ക് വെക്കുന്നത്? മനുഷ്യരല്ലേ. 2 ദിവസം കഴിയട്ടെ, വിളിക്കാൻ നോക്കാം. ദിവസം പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അവള് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിനൊരു തീരുമാനമാക്കാലോ എന്ന് കരുതി ഞാൻ അവളെ കോൾ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനോ? അല്ല, അപ്പു കല്യാണം. എന്ത് പറ്റി സാർ? അപ്പൊ തന്റെ ജീവിതകഥയായിരുന്നല്ലേ ഇത്? വെറുതെ അല്ല, പച്ചവെള്ളം പോലല്ലേ അങ്ങോട്ട് അലക്കിയത്. നമുക്കെന്തായാലും ബാക്കി അവിടെ ഇരുന്ന് കേൾക്കാം. അങ്ങോട്ടും കൂടെ എടുത്തോ സാർ. ട്രൂ സ്റ്റോറിയാന്ന് തുടക്കത്തിൽ തന്നെ പറയാനുള്ള മടി കൊണ്ടായിരുന്നു. ഇനി സാറ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വിഷ്വലൈസ് ചെയ്താൽ മതി. അവൾ എന്തിലൊക്കെ സെൻസിറ്റീവ് എന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ പൂച്ച മരിച്ചു പോലും ഇപ്പോഴും അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 18 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഗൂഗിൾ വരെ പറയുന്നു. എന്നിട്ടും എന്റെ പൂച്ച എന്താണ്? കൊള്ളാം, കറക്റ്റ് ഫിറ്റ്. എടി, ഈ ജാക്കറ്റ് എന്തായാലും നിനക്ക് ചെറുതാ. കാനഡയിൽ പോകുമ്പോൾ ഞാനിത് കൊണ്ടുവന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവുന്നാ പറഞ്ഞ്? കുഴപ്പമുണ്ടല്ലേ? അച്ഛനും അമ്മയും വരുമ്പോ ഞാനങ്ങ് പോവും. എന്റെ പൊന്നുമോള് കാശ് കൊടുത്തങ്ങ് മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്നാ പിന്നെ മിസ് ചെയ്ത് നോക്കാം. വിലയുത്തച്ഛം മിച്ചം. എന്താ നമ്പർ മാറിപ്പോയോ? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. 10 ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്കാണ്. ഈ ഫൈറ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ നമ്മുടെ 2 പേരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കോള് വേണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു, പക്ഷെ പറ്റുന്നില്ല. ഇങ്ങനൊരു സമയത്താണല്ലോ ഇതിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് മാത്രം ചോദിക്കുക. തനിക്ക് എന്റെ ജിമെയിൽ പാസ്വേഡ് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. നേരത്താണോ? ഇപ്പൊ ജിമെയിൽ ആയിട്ട് സിങ്ക് ചെയ്യണം. കോണ്ടാക്ട്സ് എല്ലാം ജിമെയിലാണ്. എനിക്കാണെങ്കിൽ എന്റെ ജിമെയിലിന്റെ പാസ്വേഡ് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഏതായിരിക്കും പാസ്വേഡ്? കലു, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. താൻ ഓവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതേ അംബിഷൻ അല്ല, അത്യാഗ്രഹമാണ്. കരിയർ 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 കരിയർ. മറ്റുള്ളവർക്കൊന്നും കരിയറില്ലല്ലോ. എടോ, തൻ്റെ ഈ പൊസിഷനിൽ താൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? അവരെക്കാൾ എത്രയോ മേലെയാണ് താൻ. എടീ, ലൈഫിൽ ദൈവം അറിഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പഠിക്കണം, തൃപ്തിപ്പെടാൻ പഠിക്കണം. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം അനുഗ്രഹിച്ചോരോന്ന് തരുമ്പോൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അതെങ്ങനെയാ സക്സസ് സക്സസ് സക്സസ്? യു ക്യാൻ നെവർ ബി. തനിക്ക് ഒരിക്കലും ലൈഫിൽ ഹാപ്പി ആവാൻ പറ്റില്ല. And I'm fed up. I am bloody fed up making you happy. തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ടാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ വാൾ ഏതാ? അതിപ്പോ ആർക്കറിയാത്ത? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ശരി, എങ്കിൽ സെക്കൻഡോ? സെക്കൻഡ് സെക്കൻഡ് ഏതാ? അറിയില്ലല്ലോ. ആ, എങ്കിൽ കേട്ടോ, ചൈന വരെ ഒന്നും പോവണ്ട, ഇവിടെ അടുത്താ, രാജസ്ഥാനില്. അതാ പറഞ്ഞത്, സെക്കൻഡ് വരുന്ന പല കാര്യങ്ങളും ഇവിടെ പലർക്കും അറിയില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് സ്റ്റേറ്റിൽ സ്വിമ്മിങ്ങിന് സെക്കൻഡ് വരുമ്പോൾ ഒരിക്കലെങ്കിലും ഫസ്റ്റ് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനിതിലൊരു സ്വർണ്ണം മുത്ത് ഓർക്കും. അത് ഫസ്റ്റ് വരുമ്പോഴായിരിക്കും. ഈ ഡ്രീമും ഫോക്കസും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ആ പാഷനെയാണ് നീ അത്യാഗ്രഹം എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തത്. അതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇനി ഒരു 10 ദിവസം ഉണ്ടായിരിക്കും. എനിക്ക് വയ്യ സാർ. ബിൽ പച്ചപ്പുരി നന്നായിരുന്നു. താങ്ക് യു സാർ.
ഒരു മിൽക്ക് ഷേക്ക് കൂടെ. ഒരു സ്കൂപ്പല്ല. പിന്നെ നീ ഹലോ നല്ല ബാഗ്. ആ ബാഗ് മാത്രം ശ്രദ്ധിക്കും. പെട്ടെന്ന് കെട്ടിച്ചയച്ച് ഇവർക്ക് എല്ലാവർക്കും ദുബായിൽ സെറ്റിൽ ആവാനുള്ള പ്ലാനാണ്. അതിനെന്തിനാ അത്ര സന്തോഷം? ഇനി മോൾക്ക് വല്ല പ്രേമമുണ്ട് എന്നുള്ള ഡൗട്ട് അടിച്ചിട്ടാണോ ഈ കല്യാണാലോചന? അല്ല, നിന്റെ അപ്പനാണേ. അതിന് ചാൻസ് ഇല്ല. അപ്പൻ എന്നെ ഭയങ്കര വിശ്വാസം. അതിപ്പോ എന്റെ കാര്യത്തിലാണെങ്കിലും അവളുടെ കാര്യത്തിലാണെങ്കിലും അപ്പൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായ സ്പേസ് തരാറുണ്ട്. നാശം കണ്ട് ഈ മുണ്ട കുരുമുളക് പറിക്കാൻ രാത്രി എൻ്റെ അമ്മയ്ക്ക് അമ്മേ അമ്മേ അയ്യോ എന്നാ ഇതിനിടയ്ക്ക് അവിടെ അമ്മയുടെ ഒരു ഹിന്ദി പൊട്ടിക്കാൻ ഒന്ന് മെല്ലെ ഉണ്ടാക്കണി. നമ്മുടെ നാട്ടിലത്തെ പിസ്ത എന്ത് കട്ടിയല്ലേ? അയ്യോ കട്ടിയാ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ചോദിച്ചാ പോരായിരുന്നോ? പറയത്തില്ലായിരുന്നോ ആര്യ ഫോണ് വിളിക്കണേന്ന്? ഇപ്പൊ രാത്രിയിൽ ഏണിയൊക്കെ വെച്ച് മേളിൽ കയറി വന്നു. ഒന്ന് പോടി അവിടുന്ന്. ഉടുമുണ്ടഴിഞ്ഞു പോയാൽ ഏത് കേരളീയ പൗരനും അതെടുത്ത് കുത്താനുള്ള അവകാശമുണ്ട്. അതേ ഞാനും ചെയ്തുള്ളൂ, അറിയാവോ? കറക്റ്റാ. പക്ഷെ 2 കൈയും നിലത്താ കുത്തിയെന്നേ ഉള്ളൂ, അല്ലേ അച്ഛാ? നീ മിണ്ടരുത്. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ തുണിയില്ലാതെ നിന്നാ പോരായിരുന്നോ? ഇപ്പൊ രാത്രി ആര് കാണാനാ ഇതൊക്കെ? അമ്മേ, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. നിന്നല്ലോ കെട്ടിക്കുന്നേ? അല്ല, പക്ഷെ എന്റെ ഡിമാൻഡ്സ് നിങ്ങൾ അംഗീകരിക്കണം. അത്രയ്ക്കൊന്നും ഇല്ല. ഈ ട്രാഫിക്കിലൊക്കെ ഉണ്ടല്ലോ, 2 കാലും നിലത്ത് കുത്തിയിട്ട് ബൈക്ക് ഇങ്ങനെ നേരെ നിർത്താൻ കഴിയാൻ പറ്റുന്നവനായിരിക്കണം. പിന്നെ ഈ പുക വലിച്ചാലും ചുമക്കരുത്. പിന്നെ അച്ഛാ, ഒക്കേഷണലി അപ്പൊ ഇവിടെ ജോലി ഒരു പ്രശ്നമല്ലേ? ജോലി അപ്പൊ നിനക്ക് പറയാൻ പറ്റുമോ? നീ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് വരാന്ന് അതിനൊക്കെ അതിൻ്റെതായ സമയം എടുക്കും. സമയമൊക്കെ എടുത്തോ. പക്ഷെ എന്റെ അച്ഛന്റെ കാശ് കൊണ്ട് പണം പിടിക്കാന്ന് മുമ്പ് വിചാരിക്കും. എന്താ എന്റെ അച്ഛൻ്റെ കാശില്ലേ? അതെവിടെ? എടാ, ഈ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ വലിയ വലിയ പണക്കാരുടെ മക്കൾ കയറി ഇറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാ? കാശിലേണ്ട അല്ല, അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പന്മാരുണ്ടാക്കിയതൊക്കെ അപ്പന്മാർക്ക്, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക്. ഞാനും ഏതാണ്ട് ആ ഒരു കാറ്റഗറിയൊക്കെ തന്നെ. എന്തേ സംശയം കണ്ടാ? മൊബൈൽ ആ പറയടാ. എടാ കാർത്തി, നീ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറഞ്ഞു തുടങ്ങിയെന്നാണല്ലോ പ്രൊഡ്യൂസർ പറഞ്ഞേ. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പോടാവില്ലേ എന്ന് പറയാൻ പറ്റുന്ന പുള്ളിയോട് മൊത്തം ഐസിയിലോട്ടൊന്ന് കയറാൻ പോവാ, തിരിച്ചു വിളിക്കാം. ആഹാ, ലുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ. കൊള്ളാല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു ഈ സംവിധാനത്തോടൊപ്പം തന്നെ അഭിനയത്തിലേക്ക് ഒന്ന് കടന്നാലേ. എന്തേലും ഒന്നിൽ പച്ച പിടിച്ചിട്ട് പോയേ അടുത്തതിലോട്ടൊരു ചാട്ടം. പിന്നെ നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പൂളി കിടക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യബോധമുള്ളവരാ. അതുകൊണ്ട് വിട് വിട് വിട്, സ്ഥലം വിട്. അതെ, കല്യാണത്തിന് ഉണ്ടാവില്ല കേട്ടോ. സന്തോഷം. കൃത്യമായിട്ട് ഇവരാരും ഇല്ലാത്ത ദിവസം നോക്കി നമ്മൾ കല്യാണം വെച്ചൊന്നും അല്ലല്ലോ. അവരിറങ്ങിയോ? ഓക്കെ, എന്നാ ഞാനിപ്പോ ഇറങ്ങാം. നീ വേഗം വാ. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ മാസം നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ 2 വർഷം കഴിയും. 4 വർഷണ്ടേ. മകളെ പെട്ടെന്ന് കെട്ടിച്ച് ദുബായിൽ പോയി സെറ്റിൽ ആവാനിരുന്ന അവർക്ക് കിട്ടിയ ലോട്ടറി ആയിരുന്നു ജോത്സ്യന്റെ ആ പ്രവചനം. അളിയ, ഇന്ന് സ്റ്റുഡിയോന്ന് കിട്ടിയ 2 ഓപ്ഷൻസ് ആണ്. ഐ പ്രിഫർ ദിസ്. ഇതിപ്പോ ഒരു 10-15 ദിവസം മുന്നേ വീട്ടിലറിയുമായിരുന്നെങ്കിൽ കണക്കും പ്രകാരം കല്യാണം കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പോയാൽ മതിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കെങ്കിലും കൂട്ടിയിട്ട് പോയായിരുന്നു. ഈ ജാതകത്തിലും മുഹൂർത്തത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണല്ലേ. ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ കല്യാണം ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വലിയ പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? അതെ, കല്യാണത്തെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. എടാ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു സംവിധായകനായതിനു ശേഷം നിന്നെ കെട്ടിയാ പോരേന്ന്. അത് വളരെ നല്ലൊരു ആലോചനയാണ്. പക്ഷെ ഞാൻ കെട്ടാൻ നിന്ന് തരണമെങ്കിൽ സ്റ്റേറ്റ് സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് വരണം. പ്ലാനിങ്ങിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു കല്യാണത്തിന് ഫ്രണ്ട്സ് എന്ന് പറയാൻ
അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലെ ഉള്ളായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്വപ്നം കണ്ട് നടന്ന ചിറ്റയുടെ മോൻ അനന്തുവിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങുകയാണെങ്കിൽ അത് ഞങ്ങളുടെ കല്യാണത്തിനായിരിക്കണം. ബാക്കി കുറച്ച് വേർഡ്സ് കൂടെ പറഞ്ഞു വിളിച്ചാൽ മതി. ആ ചേച്ചി കുറച്ച് നാച്ചുറൽ ആയിട്ട് ചെയ്യാം. ആ ഇപ്പൊ എനിക്ക് കണ്ണ് കാണാം. ചേട്ടാ നോക്കി രസമുണ്ടല്ലേ ഇങ്ങനെ കാണാനാണല്ലോ ഞങ്ങളുടെ വീരത്തിൽ. ചേച്ചി കണ്ടില്ല? തമിഴുടെ കണ്ണുണ്ട്. നിങ്ങൾ രണ്ടുപേരും വെട്ടി വെച്ചാലോ? എന്നതാടോ ഇത്? സമയത്തിനൊന്നൊരു വിലയില്ലേ? ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരുന്നാൽ എങ്ങനെയാ? അവന്റെ ഒരു കട്ട് ഞങ്ങളും കുറെ കട്ടിട്ടുള്ളതാ. പശു, മോനെ, തത്ത, പെണ്ണിന്റെ ഒന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ കിട്ടി കിട്ടി. മക്കളെ, നിങ്ങൾ അതെ എന്റെ മാത്രം ഫോട്ടോ ഒന്ന് വാട്സപ്പ് ചെയ്യോ? ഉറപ്പായിട്ട് ഞാൻ ആയിക്കോട്ടെ. നിങ്ങൾ വരുന്നില്ലേ? ഇനി ഇവളെയും കട്ടുകൊണ്ട് പോവോ? ആ പോയാ ലാഭം. ഇല്ലടി, എന്തോ കാര്യമായിട്ട് പോയതാ. The best moments of life starts from here. ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീലിങ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ച് ലൈഫ് ലോങ് അവളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ആ ഫീൽ എന്താന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഈ സിനിമയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷേ അതേ ട്വിസ്റ്റ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കല്ലു ആ ഫോൺ ഒന്ന് എടുക്ക്. കല്ലു ആ ഫോൺ. അതിനുള്ള കേൾവിക്ക് എന്നാ പറ്റി? എടാ, അത് സംഭവം മെനഞ്ചൈറ്റിസ് തന്നെയാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉറങ്ങി എണീക്കുമ്പോൾ വരെ ഇത് സംഭവിക്കാറുണ്ട്. ചിലരുടെ കേസിൽ അവരുടെ കാഴ്ചശക്തി പോകാം, ചിലർ ചിലപ്പോൾ പാരാലിസിസ് ആകാം. ഇവിടെ ഇപ്പോൾ കല്യാണിയുടെ കേസിൽ അത് അവളുടെ ഹിയറിങ്ങിനെ ബാധിച്ചിരിക്കുന്നു. അല്ല, ഇതിന് ചികിത്സ മരുന്നൊന്നുമില്ലേ? ടെൻഷൻ അടിക്കണ്ട. ഇനി ഇതിന് കൃത്യമായൊരു ടൈം സ്പാൻ എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കാം, ചിലപ്പോൾ വളരെ പെട്ടെന്ന് ശരിയാവും. എടാ, ഈ സ്വിമ്മിങ് കോമ്പറ്റീഷൻ അതാ എനിക്ക്. അവൾക്കാണെങ്കിൽ ഈ ഒരു വർഷം കൂടി സീനിയർ കാറ്റഗറിയിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. എടാ, കോമ്പറ്റീഷനൊക്കെ ഇനി സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്നെക്കാട്ടിലും ഒരുപാട് മുന്നിലായിരുന്നു
പെണ്ണായിരുന്നു കല്യാണി എന്ന് ഞാൻ തിരിച്ചറിയുന്ന അപ്പോഴാണ്. കല്ലു, എന്തുവാ? എൻ്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. ഇതെവിടുന്നാ? കൊള്ളാലോ. ഇത്തവണ കമ്മിറ്റിക്ക് കാശ് കുറച്ച് കുറവുള്ളതുകൊണ്ട് സെക്കൻഡ് കൊടുക്കാൻ വെച്ചിരുന്ന പൂച്ചയെ ഫസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഫസ്റ്റ് കിട്ടുമ്പോ തരാട്ടാ. ഓ, എല്ലാം പഴയ പോലെ തന്നെ ആയി വരായിരുന്നു. പക്ഷേ കാർത്തി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉള്ളവർക്ക് ഏബിൾഡ് കാറ്റഗറി മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ റൂൾ. കയ്യനും കാലിനും കുഴപ്പമില്ല, പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഹിയറിംഗ് ലോസ് ഒരു ഡിസേബിലിറ്റി അല്ലേ കാർത്തി? there is no hope. കോച്ചിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? അല്ല, ഈ കേൾവിയില്ലാത്തവർക്ക് ഫ്ലാഗിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊടുത്താൽ പോരെ? അതിനാണോ ഡിസേബിൾ കാറ്റഗറിയിൽ മത്സരിക്കാൻ പറയുന്നത്? ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, നീന്തൽ മത്സരത്തിനൊന്നും പോകുന്നില്ലെങ്കിൽ പോവണ്ട. ഇന്ന് കരുതി നീ എന്തിനാ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ? കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ പോയി നിൽക്ക്. നിനക്കൊരു ചേഞ്ച് ആവുമല്ലോ. ഇനി ഫിസിക്കൽ ടെസ്റ്റിന് അധികം ദിവസമില്ല. നമുക്കൊന്നുകൂടെ സംസാരിച്ചു നോക്കിയാലോ? എടാ, നീ പറഞ്ഞ ടൈം ഫ്രെയിമിൽ ഇത് ക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ബട്ട് ആസ് യു സെഡ്, പിന്നത്തേക്ക് വെക്കാനുള്ളതല്ലല്ലോ സ്വപ്നങ്ങൾ. ജന്മന കാഴ്ചയില്ലാതെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന മീനാക്ഷി ചേച്ചിക്ക് പെട്ടെന്നുണ്ടായ ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് കയറണമെന്നും അത് ഓടിക്കണമെന്നും. ബുള്ളറ്റ് എങ്ങനെയായിരിക്കുന്നത് എന്നൊന്ന് കാണാൻ പോലും വിധിയില്ലാത്തവളുടെ ഓരോരോ അത്യാഗ്രഹങ്ങൾ എന്നും പറഞ്ഞ് അവളെ കളിയാക്കിയവരുടെ ഇടയിലൂടെ നന്ദൻ ചേട്ടന് മീനാക്ഷി ചേച്ചിയെ കൊണ്ട് ബുള്ളറ്റ് ഓടിപ്പിക്കാമെങ്കിൽ എൻ്റെ കല്യാണിക്ക്
കഴിഞ്ഞ 10-12 വർഷമായി ഒരേ ഒരു ആഗ്രഹം, ഈ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് വരണമെന്ന്. എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും. അത് സാധിച്ചു കൊടുക്കാൻ ഇപ്പൊ മുമ്പിൽ 2 തടസ്സങ്ങളേ ഉള്ളൂ. ഒന്ന് ഫിസിക്കൽ ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ഏബിൾ കാറ്റഗറിയിൽ മത്സരിക്കാൻ കല്യാണി ഫിറ്റാണ് എന്നുള്ളതിൻ്റെ അപ്രൂവൽ. ഹലോ കാർത്തി. രണ്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അതും നമുക്ക് സാധിക്കും. അതിന് താൻ കൂടെ ഒന്ന് വിചാരിക്കണം. ഞാൻ തന്നെ വിളിച്ചിരുന്നു. അവളാ പറഞ്ഞ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറി. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇത് നല്ലൊരു വീടാണല്ലോ, നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൂടെ? അവൾക്ക് പ്രാക്ടീസിന് പോകാൻ ഇവിടെ അല്ലേ എളുപ്പം? അതെ, അപ്പൊ എങ്ങനെയാ? സണി, ഞാൻ പറഞ്ഞില്ലടാ. എടാ, ഇവിടെ എത്ര വർഷം വെയിറ്റ് ചെയ്ത് കിട്ടിയ സ്കോളർഷിപ്പ് എന്ന് എനിക്കറിയാലോ. അവൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയ പോലെ തന്നെ. നിന്റെ കല്യാണവും കൂടാൻ പറ്റിയില്ല. ഇതെങ്കിലും ഒന്ന് ആഘോഷിക്കാന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ചുമ്മാ. 5-6 ദിവസം ഇവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പ്രാക്ടീസ് ഉള്ളതല്ലേ. ഞാൻ അവിടെ വേണം. 5-6 ദിവസം ഇവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പ്രാക്ടീസ് ഉള്ളതല്ലേ. ഞാൻ അവിടെ വേണം. ഇത്രയും കാലം ഇതെന്റെ മാത്രം സ്വപ്നമായിരുന്നു. പക്ഷെ ഇപ്പോ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അവൻ. ഞാൻ കാരണം അവന്റെ കരിയറും സ്പോയിൽ ആകരുത്. എടാ, നിനക്ക് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ കാർത്തിക്ക്. ഇനിയുള്ള ഓരോ ദിവസവും അവന് വേണ്ടിയെങ്കിലും എനിക്കിത് ഓവർകം ചെയ്യണം. എടാ കാർത്തി, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കടാ. ബി ഹർ പില്ലർ ബ്രോ. നീ തളർന്ന അവളും തളർന്നു. സോ ഗഗനമേ പ്രമദതാപങ്ങളിൽ ഒരു മുകിൽ കുളിർ ട്രീറ്റ് തരണം. കല്യാണി ഫസ്റ്റ് ഇരുന്നിട്ട് വരു ജഗമേ ഉരുകിടുമൊരു തീയിൽ തുളി പെയ്തിടുവാൻ ഇപ്രാവശ്യം ജസ്റ്റ് ടേണിങ്ങിന്റെ എവിടെയാണ് പോയത്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തവണ നീ ഫസ്റ്റ് വന്നേ. ലാസ്റ്റ് ഇയർ അല്ലേ ഇത്തവണ ഫസ്റ്റ് അടിച്ച് ആ പ്രതിഷേധം അങ്ങ് തീർന്നു. ഇത്തവണ നമ്മൾ എന്തായാലും ഫസ്റ്റ്. കഥ കേട്ട് കേട്ട് വരുമ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയമുണ്ട്.
അത് ഫിസിക്കൽ ഇൻസ്പെക്ടറിന് തോന്നിയ അതേ സംശയം തന്നെയായിരിക്കും. അഥവാ കല്യാണിക്ക് സ്റ്റാർട്ടിംഗ് മിസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളൊരു മാർഗം കണ്ടുപിടിച്ചാൽ തന്നെ അത് വേറെ ആരും അറിയാതെ നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അതാ എനിക്ക് ഇത്രയും ക്രൗഡും പാർട്ടിസിപ്പൻസ് റെഫറീസ് ഇക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ മാനേജ് ചെയ്യും? ഐ ഡോണ്ട് നോ. എനിക്ക് പേടിയാവുന്നു കാർത്തി. നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? എടാ, അന്ന് കോമ്പറ്റീഷനിൽ നടന്നതെല്ലാം ഞാൻ അതേപോലെ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനും തോന്നും ഞാനിത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളാണെന്ന്. അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി കോൺസെപ്റ്റിൽ ഒരാളും കൺവിൻസ്ഡ് ആവില്ല. ഒരുപക്ഷെ കൺവിൻസ്ഡ് ആയാൽ ആ മൊമെന്റിൽ ഈ പ്രൊജക്റ്റ് ആണ്. സർ, കഥ എങ്ങനെയുണ്ട്? കാർത്തി, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കട്ടെന്നേ. എന്നായിക്കോട്ടെ. സാറേ, കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഒന്ന് ആലോചിക്കണം സാറേ. ടേപ്പ്. അച്ഛൻ്റെ ഇത്തവണത്തെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിക്കാന്ന് കരുതിയിട്ടാ വിളിച്ചേ. എങ്ങനാ, നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ വന്നാൽ ശരിയാവില്ല. ഞാൻ പറയാം, കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ കൊടുക്കാം. അവനാ. ആ മോനെ കാർത്തി, എന്തായി ശേഖർ പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ കാര്യം? മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2 മാസമായി. ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ വേറെ ആളുകളെ നോക്കുന്നുണ്ട്. എന്തു പറ്റി? ശേഖരങ്ങള് പറഞ്ഞ പ്രൊഡ്യൂസറും റിജക്ട് ചെയ്തു അല്ലേ? ഡിസ്കഷൻ നടക്കണോ? ഡിസ്കഷൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തുമില്ല. അച്ഛനും അമ്മയും ദുബായിക്ക് പോയപ്പോൾ അന്ന് അവരുടെ കൂടെ ഞാനും പോയാൽ മതിയായിരുന്നു. ഈ സിനിമയല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാം? ചുമ്മാ സമയം കളയാനായിട്ട്. ഈ സിനിമയല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാം? ചുമ്മാ സമയം കളയാനായിട്ട്. കാർത്തി, കാർത്തി, നീ എന്താ എൻ്റെ അടുത്തൊന്നും ഷെയർ ചെയ്യാത്തെ? കഥ പോലും പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് തന്നെ അതങ്ങ് പ്രൊഡ്യൂസ് ചെയ്താലോ? കല്ലു, എനിക്ക് വേണ്ടത് പൈസ മുടക്കുന്നൊരു ഇൻഡസ്ട്രി അല്ല. എൻ്റെ ഡ്രീം മനസ്സിലാക്കി അതിൽ കൺവിൻസ്ഡായി എന്നോടൊപ്പം നിൽക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറായിരിക്കും. എന്തായി പറയുന്നതെന്ന് ഞാനും കൂടി ഒന്ന് അറിയണല്ലോ. ഹലോ. കാർത്തി, എടോ, ഞാൻ താൻ ഫോൺ വിളിച്ചെടുക്കാത്തതും കറക്റ്റ് ഒരു മറുപടി പറയാത്തതും ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡാണ് ഈ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ. ഇതൊന്നും പറയാണ്ട് ഞാൻ എൻ്റെ 1-2 അത്യാവശ്യം വിവരമുള്ളവന്മാരുടെയും സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എൻ്റെ അതേ ഒപ്പീനിയൻ തന്നെ അവന്മാർക്കുള്ളൂ. അതുകൂടായപ്പോൾ എനിക്കൊരുമാതിരി
താൻ ആലോചിച്ച് നോക്കി. ഇപ്പം ഒരു പെൺകുട്ടിയെ 3ാം ക്ലാസ്സിൽ വെച്ച് കണ്ടു. ഹൈസ്കൂൾ കാലഘട്ടം ആയപ്പോഴേക്കും അവൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് അവതരിപ്പിക്കുന്നു. അതൊക്കെ അവർ പ്രേമിച്ചു. 28 വയസ്സിൽ അവർ കല്യാണം കഴിച്ചു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ കേൾവി നഷ്ടപ്പെട്ടു. ഓക്കെ അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ഡൈജസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു ലോജിക്ക് പക്ക സിനിമാറ്റിക് അല്ലേ അത്. ഈ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ എവിടെയാണ് ക്ലൈമാക്സിൽ ട്രൂ സ്റ്റോറി? അതുപോലെ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ നായകൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത് ജീവിതത്തിൽ ഒന്നും ആകാത്തൊരുത്തൻ. അല്ല, അവരുടെ ജീവിതത്തിൽ അങ്ങനെ ലക്ഷ്യങ്ങളോ ആശകളോ ഒന്നുമില്ലേ? ലോകത്തൊന്നും ഇല്ലാത്ത പോലെ. അല്ല, ഇവരുടെ കാര്യത്തിൽ വേണ്ടി ഇവനിങ്ങനെ നടന്നാൽ മതിയോ? ആരാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഭർത്താക്കന്മാർ ഇന്നത്തെ കാലത്തില്ല. കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഇത് വിശ്വസനീയമായി തോന്നണ്ടേ? നീ പറഞ്ഞ നിന്റെ ആംഗിളിൽ നടന്ന കഥയായിരിക്കും, പക്ഷെ കാണുന്ന ഓരോ ഓഡിയൻസിനും ഇത് നടന്ന കഥയായിട്ട് തോന്നുകയില്ല, കുക്കപ്പ് സ്റ്റോറി ആയിട്ട് തോന്നുള്ളൂ. ഇത് എങ്ങനെങ്കിലും ഒരു സിനിമ നടത്തിയെടുക്കാൻ വേണ്ടി നടക്കുന്നതില്ല ഫ്രോഡ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നുന്നു. ഒരു കള്ളത്തരം നടക്കുന്നത് കാർത്തി, അതാണ് കള്ളത്തരമാണിത്. അല്ലെന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഹലോ കാർത്തി, ഹലോ കാർത്തി. അല്ല, ഇവരുടെ കാര്യത്തിന് വേണ്ടി ഇവനിങ്ങനെ നടന്നാൽ മതിയോ? ആരാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഭർത്താക്കന്മാർ ഇന്നത്തെ കാലത്തില്ല. ഈ സിനിമ അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാം, ചുമ്മാ സമയം കളയാനായിട്ട്. ജലഗണമേറുന്നേ വാനിൽ തനിയേ, മഴയായിനിയേ പെയ്തൊഴിയാനിതിയേ, ജഗമെഴുതേ നിൻ പേരും കനിയേ, ഒരു നാരിനിലേ നീ വാവാനിയേ. നീ വാവാനിയേ, നീയേ വാവാനിയേ. ഒരു ദിവസം ഞാനതിലൊരു സ്വർണ്ണം മുത്ത് ഓർക്കും. അത് ഫസ്റ്റ് വരുമ്പോഴായിരിക്കും. ഇത്തവണ നമ്മൾ എന്തായാലും ഫസ്റ്റ് വന്നിരിക്കും.
ജപമരുളും ഉയിരിനിയേ നീരോളം കണ്ണീർ നിറയുന്നേ തുഴയാകാം ഞാൻ അരികെ അരികെ തനിയേ. ഇപ്പം ഞാൻ അലക്സാറിന് ന്യൂസ് പേപ്പർ കട്ടിങ് അയച്ചു കൊടുത്തതുപോലെ നേരത്തെ അങ്ങനെ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നേൽ ഒരുപക്ഷെ കഥ കേട്ട് കൺവിൻസ് ആവാതെ പോയ പ്രൊഡ്യൂസർമാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവൻ്റെ കൂടെ നിന്നേനെ. അവനിതെന്തായാലും അയച്ചു കൊടുക്കില്ല, അതെനിക്കറിയാം. പക്ഷേ അവനിലൊരു സത്യമുണ്ട്. ഹലോ കാർത്തി, താൻ ഫോൺ എടുത്തോ? താനെന്താണ് ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത? താൻ കാർത്തി ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വാ. വാടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഈ കഥ തന്നെ സിനിമയാക്കാൻ നടക്കുന്നു, വേറെ കഥകൾ ചിന്തിച്ചുകൂടെയെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ സ്വപ്നങ്ങൾ നടക്കും എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിലൊരാൾ മാത്രമായിരുന്നു എൻ്റെ കല്യാണി. ലക്ഷ്യബോധമില്ലാതെ നടന്ന എനിക്ക് വെല്ലുവിളികൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്, ജീവിതം എന്താണ് എന്ന് കാണിച്ചു തന്ന ഒരാളാണ് എൻ്റെ കല്യാണി. ആ കഥ തന്നെയല്ലേ എൻ്റെ ആദ്യ സിനിമയാവേണ്ടത്.